നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15 ചൊവ്വാഴ്ചയാണ്. മിഥുനം 31. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഭൂമിയിലേക്ക് വരികയാണ്. ഇതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്നലെ തിരികെ മടങ്ങിയ ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയെ തൊടും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ സംഘത്തെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യും. 18 ദിവസത്തെ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയാണ് ആക്സിയം 4 സംഘം മടങ്ങിയെത്തുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ ഏടുകൾ എഴുതിച്ചേർത്താണ് ആക്സിയം സ്പേസിന്റെ 4ാമത്തെ ദൌത്യം പൂർത്തിയാക്കി 4 സംഘം ഭൂമിയിലേക്ക് തിരികെ എത്തുന്നത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല പൈലറ്റായുള്ള ദൌത്യത്തിന്റെ കമാൻഡർ പരിചയസമ്പന്നയായ പെഗി വിറ്റ്സനാണ്. പോളണ്ടുകാരനായ സ്ലവോഷ് ഉസ്നാൻസ്കി വിസ്നീവ്സ്കിയും ഹംഗറിക്കാരൻ ടിബോർ കാപ്പുവുമാണ് മറ്റ് 2 യാത്രികർ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത എന്ന റെക്കോർഡിനുടമയാണ് പെഗി വിറ്റ്സനെങ്കിൽ മറ്റ് 3 യാത്രികരുടെയും ആദ്യ ബഹിരാകാശ യാത്രയാണ് പൂർത്തിയായത്. ബഹിരാകാശത്തെത്തിയ 2ാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല. So you can see the water forms a ball in zero gravity because the surface tension of the water itself is actually much stronger. Now that we don't have gravity up here, it actually holds it together. He's got this little tool. It's a water bubble moving tool. 31 രാജ്യങ്ങൾ നിർദ്ദേശിച്ച 60 പരീക്ഷണങ്ങളാണ് സംഘം ബഹിരാകാശ നിലയത്തിൽ നടത്തിയത്. പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ വിവിധ മേഖലകളിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാസൂചിക സമ്മാനിക്കും. ISRO നിർദ്ദേശിച്ച 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു പൂർത്തിയാക്കിയത്. ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു മുളപ്പിച്ച വിത്തുകൾ ഭൂമിയിലെത്തിച്ച് തുടർ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തും. സയനോ ബാക്ടീരിയകൾ, മൂലകോശങ്ങൾ, സൂക്ഷ്മ ആൽഗകൾ എന്നിവയിൽ നടത്തിയ പരീക്ഷണങ്ങളും അതിപ്രധാനമാണ്. കാലിഫോർണിയക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ വൈകിട്ട് 3 മണിക്കാണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുക. 7 ദിവസത്തെ പ്രത്യേക പുനരധിവാസത്തിന് ശേഷം മാത്രമേ ദൌത്യസംഘത്തിന് സ്വന്തം ദേശങ്ങളിലേക്ക് പോകാൻ കഴിയൂ. തിരികെ നാട്ടിലെത്തുമ്പോൾ ശുഭാംശുവിന് വൻ വരവേൽപ്പ് നൽകാനൊരുങ്ങുകയാണ് രാജ്യം. സയൻസ് ഡെസ്ക് 24. ഹൈക്കോടതി വിധി വന്നതോടെ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക VC നിർദ്ദേശിക്കാൻ സർക്കാർ നടപടി തുടങ്ങും. താൽക്കാലിക VC സ്ഥാനത്തേക്ക് നിയമിക്കേണ്ടവരുടെ പാനൽ തയ്യാറാക്കും. പട്ടിക തയ്യാറാക്കി 2 ദിവസത്തിനകം ചാൻസലർക്ക് നൽകാനാണ് ആലോചന. അപ്പീൽ തള്ളിയ ഹൈക്കോടതി വിധിയിൽ സ്വീകരിക്കേണ്ട അനന്തര നടപടികൾ സംബന്ധിച്ച് രാജ്ഭവൻ ഇന്ന് തീരുമാനമെടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഹൈക്കോടതി വിധി സർക്കാരിന് അനുകൂലമായിരുന്നു. ഇനി പട്ടിക തയ്യാറാക്കുക എന്ന നടപടിയിലേക്കാണോ കടക്കുന്നത്? ക്രിസ്റ്റീന, ഉന്മേഷ, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയെ ബാധിക്കുന്ന വിധിയാണെങ്കിൽ പോലും സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളെയും ഈ വിധി ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തുടർ നടപടികളായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും ഈ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും താൽക്കാലിക VCമാരാണ് ചുമതല നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പുതിയ VCമാരെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടുകൂടി ഇനി രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് സർക്കാരും ഉറ്റുനോക്കുന്ന കാര്യം. ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ രാജ്ഭവൻ അത്തരത്തിലൊരു നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നെ പുതിയ പാനൽ രാജ്ഭവന് അല്ലെങ്കിൽ ചാൻസലർക്ക് സമർപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്നോ നാളെയോ തന്നെ സർക്കാർ നടപടി സ്വീകരിക്കും. 3 അംഗങ്ങളുള്ള 3 VCമാരുടെ പാനലായിരിക്കും സർക്കാർ ചാൻസലർക്ക് സമർപ്പിക്കുന്നത്. പ്രധാനമായും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലേക്കുള്ള പുതിയ VCമാരുടെ പാനൽ സമർപ്പിക്കും. ഇതിന് പുറമെ മറ്റ് താൽക്കാലിക VCമാരുള്ള ഇടങ്ങളിലും പാനൽ സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. കാരണം ഏകദേശം 8 സർവകലാശാലകളിൽ നിലവിലുള്ള VCമാരുടെ കാലാവധി, അതായത് താൽക്കാലിക VCമാരുടെ കാലാവധി 6 മാസം പിന്നിട്ടിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് 6 മാസത്തിലധികം താൽക്കാലിക
താൽക്കാലിക വിസിമാരുടെ കാലാവധി കഴിയരുതെന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ സർക്കാരിന് താൽപ്പര്യമുള്ള വിസിമാരുടെ പാനൽ സമർപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. ഹൈക്കോടതി ഉൾപ്പെടെ അതിന് അനുകൂലമായ ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ പറയുന്ന പാനൽ അല്ലെങ്കിൽ സർക്കാരിന് കൂടി അഭികാമ്യമായ വിസിമാരെ സർവകലാശാലകൾ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും ചാൻസലറുടേത് കൂടി ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നിലവിൽ ഗവർണർ തിരുവനന്തപുരത്തില്ല. പക്ഷേ ഇന്ന് ഈ ഹൈക്കോടതി വിധിയിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ രാജ്ഭവനും അക്കാര്യത്തിലും തീരുമാനമെടുക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ ഇനി മറ്റൊരു നിയമ നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നിയമയുദ്ധങ്ങളിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ഹൈക്കോടതി വിധി സർക്കാരിനെ സംബന്ധിച്ച വലിയ സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ ശരിവയ്ക്കുന്നതാണ് ഈ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി. അതുകൊണ്ട് തന്നെ സർക്കാർ അത് വലിയ നേട്ടമായി കണ്ടുകൊണ്ട് തന്നെ എത്രയും വേഗം പുതിയ വിസിമാരെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉന്മേഷ, ക്രിസ്റ്റീന. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിനെതിരെ സമരം ഘടിപ്പിക്കാൻ SFI. വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സർവകലാശാലയിലേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവരുന്ന സമര പരമ്പരയുടെ തുടർച്ചയായാണ് ഇന്നത്തെ മാർച്ച്. അതേസമയം പരാതി പറഞ്ഞിട്ടും കേരള സർവകലാശാല വിഷയത്തിൽ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായില്ല. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വിധി തിരിച്ചടിയായ സാഹചര്യത്തിൽ ഉടൻ ഇടപെടൽ ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. MG പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, ഈ കേരള സർവകലാശാലയിലെ നിലവിലെ സാഹചര്യം എന്താണ് പ്രതീഷ്? ഉന്മേഷ, സമാനതകളില്ലാത്ത പ്രതിഷേധ പരമ്പരകളാണ് കേരള സർവകലാശാലയിൽ അരങ്ങേറുന്നത്. കാരണം ചാൻസലർക്കും VC മോഹനൻ കുന്നുമലിനുമെതിരെയാണ് പ്രധാനമായും SFIയുടെയും മറ്റ് യുവജന സംഘടനകളുടെയും പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി VC സർവകലാശാലയിൽ എത്തിയിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. SFI ഉൾപ്പെടെ പറയുന്നത് 2500-ലധികം സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടാനുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി ഉൾപ്പെടെ തുലാസിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നടപടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് SFI പറയുന്നത്. അതുകൊണ്ട് തന്നെ VC മോഹനൻ കുന്നുമലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് തുടർ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നിലവിൽ ആരോഗ്യ സർവകലാശാല VC ആയിട്ടുള്ള മോഹൻ കുന്നുമൽ കേരള സർവകലാശാലയിലെ അധിക VC ചുമതലയാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും SFI ഉന്നയിക്കുന്നത്. ഒപ്പം ചാൻസലർ കൂടിയായ ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെയും വലിയ പ്രതിഷേധം ഇന്നും വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഉന്മേഷം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിൽ മാത്രമല്ല കേരളത്തിലെ മറ്റുള്ള സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർ ഇല്ല. സംസ്ഥാനത്തെ ഒരു സർവകലാശാല ഒഴികെ മറ്റെല്ലായിടങ്ങളിലും താൽക്കാലിക VCമാരാണ് ഉള്ളത്. ഡോക്ടർ മോഹനൻ കുന്നുമൽ സ്ഥിരം VC ആയ കേരള ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം VC നിയമനമുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കെടുകാര്യസ്ഥത വിളിച്ചോതുന്നതാണ് സർവകലാശാലകളുടെ അവസ്ഥ. കേരളത്തിൽ 14 സംസ്ഥാന സർവകലാശാലകളുണ്ട്. ഇവയിൽ കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ എന്നീ 4 സർവകലാശാലകൾ പൊതുവായ സ്വഭാവത്തിലുള്ളതും നിരവധി അഫിലിയേറ്റഡ് കോളേജുകൾ ഉള്ളവയുമാണ്. നിലവിൽ ഈ 4 സർവകലാശാലയ്ക്കും സ്ഥിരം VC ഇല്ല. കേരള സർവകലാശാല താൽക്കാലിക VC മോഹനൻ കുന്നുമൽ കേരള ആരോഗ്യ സർവകലാശാല സ്ഥിരം VCയാണ്. സ്ഥിരം VC ഉള്ള ഏക സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയാണ്. നിർദ്ദിഷ്ട വിഷയമേഖലകളിൽ പ്രത്യേക കോഴ്സുകൾ നടത്തുന്ന മറ്റ് സർവകലാശാലകളിൽ ഒന്നിലും സ്ഥിരം VC ഇല്ല. അതായത് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കേരള കാർഷിക സർവകലാശാല, കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, കേരള സാങ്കേതിക സർവകലാശാല എന്നിവ സ്ഥിരം VC ഇല്ലാത്ത സർവകലാശാലകളാണ്. കേരളത്തിലെ ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും രാജ്യത്തെ ആദ്യത്തേത് എന്ന് അവകാശപ്പെടുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും സ്ഥിരം VC ഇല്ല. പക്ഷേ ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകൾ പോലെ സർക്കാർ മറ്റ് സർവകലാശാലകളിലെ താൽക്കാലിക VCമാരെ മാറ്റാനായി കോടതിയിൽ പോകില്ല. നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഗവർണറുടെ അംഗീകാരം നേടി നിയമമാകാതെ സ്ഥിരം VCക്കായുള്ള നീക്കവും സർക്കാർ നടത്തില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ജീവൻ രക്ഷിക്കാൻ ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ.
ഇന്നലെ 3 ഘട്ടങ്ങളായി ചർച്ചകൾ നടന്നിരുന്നു. ചർച്ചയിൽ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുന്നതിനാണ് മുൻഗണന. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. വലിയ പുരോഗതിയാണ് കാന്തപുരത്തിന്റെ ഇടപെടലോടെ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി അടക്കമുള്ളവർ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കുടുംബാംഗങ്ങളിൽ 2 തട്ടിൽ നിൽക്കുകയാണവർ. ഒരു വിഭാഗം വധശിക്ഷയെ കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കുന്നു. എന്താണ് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിൽ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ക്രിസ്റ്റിന സൂചിപ്പിച്ചതുപോലെയാണ് വലിയ പുരോഗതിയാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. MLA പ്രമുഖ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വലിയ ഒരു പുരോഗതിയും ഉണ്ടായിട്ടുമുള്ളത്. ഇന്നലെ 3 ഘട്ടങ്ങളായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ചുള്ള ഈ വധശിക്ഷ നടപ്പാക്കാനുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തെ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒന്നുകിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട് ഈ മാപ്പ് നൽകി ഈ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ധനം സ്വീകരിക്കാതെ തന്നെ അവർക്ക് മാപ്പ് നൽകാൻ കഴിയും. ഈ 2 ഓപ്ഷനുകളിലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് ഇന്നലെ വലിയ രീതിയിൽ ഏറെ നേരം നീണ്ടു നിന്നെങ്കിലും ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ചർച്ച ഇന്നും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെയാണ് ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരിൽ ഒരു വലിയൊരു വിഭാഗവും ഈ ഇത്തരത്തിൽ മാപ്പ് നൽകാൻ അവർ ഒരുക്കമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം തങ്ങളുടെ കൂടപ്പിറപ്പിനെ, തങ്ങളുടെ കുടുംബത്തെ കൊന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ഗോത്ര തലവന്മാരെയും അതുപോലെ തന്നെ ഈ ഗോത്രത്തിലുള്ളവർക്കുമൊക്കെ വലിയ ക്ഷീണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അവരെ കൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അവരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു അനുകൂല നടപടി ഉണ്ടാകും. അത്തരമൊരു ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ചർച്ച വലിയൊരു വിജയമായിരുന്നു. അതിൻ്റെ തുടർ ചർച്ചകളാണ് ഇന്ന് ഉണ്ടാവുക. ഉന്മേഷ്, ക്രിസ്റ്റീന. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ മരണത്തിൽ നിയമ പോരാട്ടത്തിന് കുടുംബം. വിപഞ്ചികയുടെ അമ്മയും സഹോദരനും നേരിട്ട് ഷാർജ പോലീസിനെ സമീപിക്കും. ഇതിനായി അമ്മ ഇന്ന് പുലർച്ചെ UAE-യിലെത്തി. സഹോദരൻ ഇന്ന് വൈകിട്ടോടെ ദുബായിലെത്തും. അതേസമയം വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും. വിപഞ്ചികയുടെ ഭർത്താവ് കുഞ്ഞിന്റെ മൃതദേഹം അവിടെ തന്നെ ദഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതിനാൽ മകളുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. തണ്ടപ്പേർ രജിസ്റ്ററിൽ വയലെന്ന് രേഖപ്പെടുത്തിയ ഭൂമി തരം മാറ്റൽ എളുപ്പമാകുന്നു. നഗര ഗ്രാമ ഭേദമില്ലാതെ 25 സെന്റ് വരെയുള്ള ഭൂമിയുടെ തരം മാറ്റൽ അപേക്ഷകളിൽ സ്ഥലം സന്ദർശിക്കാതെ വില്ലേജ് ഓഫീസർക്ക് അനുമതി നൽകാം. തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. ഭൂമി തരംമാറ്റലിന് വേണ്ടിയുള്ള 3 ലക്ഷത്തിൽ പരം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. ഭൂമിയുടെ തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പ് പുതിയ മാർഗരേഖ തയ്യാറാക്കുകയാണ്. ഈ മാർഗരേഖയിലാണ് തരംമാറ്റൽ അപേക്ഷകളിൽ അനുമതി നൽകുന്നതിനുള്ള നടപടി ലഘൂകരിച്ചത്. റവന്യൂ മന്ത്രി K. രാജൻ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയ മാർഗരേഖ പ്രകാരം സംസ്ഥാനത്തെവിടെയും 25 സെന്റ് വരെയുള്ള വയൽഭൂമി തരം മാറ്റുന്നുള്ള അപേക്ഷയിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർക്ക് ഭൂമി നേരിട്ട് സന്ദർശിക്കാതെ തന്നെ അനുമതി നൽകാം. ഇപ്പോൾ റവന്യൂ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന തരംമാറ്റൽ അപേക്ഷകളെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ വേർതിരിക്കും. അപേക്ഷയുടെ സീനിയോറിറ്റി നോക്കാതെ തന്നെ ഓരോ വില്ലേജിലെയും അപേക്ഷകൾ അതാത് ഓഫീസർമാർക്ക് കൈമാറും. ലഭ്യമായ എല്ലാ അപേക്ഷകരെയും സംഘടിപ്പിച്ച് വില്ലേജ് ഓഫീസർ അദാലത്ത് നടത്തണം. ഈ അദാലത്തിൽ വെച്ച് സത്യവാങ്മൂലം വാങ്ങി വയൽഭൂമി തരം മാറ്റാൻ അനുമതി നൽകാം. ഇതാണ് പുതിയ മാർഗരേഖയിലെ നിർദ്ദേശം. സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പിന്നീട് വില്ലേജ് ഓഫീസർ ഉറപ്പുവരുത്തിയാൽ മതി. സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അനുമതി റദ്ദാക്കാൻ സർക്കാരിന് അധികാരമുണ്ടാകും. ഭൂമി തരംമാറ്റലിന് വേണ്ടിയുള്ള 3 ലക്ഷം അപേക്ഷകളാണ് ഇപ്പോൾ റവന്യൂ ഓഫീസുകൾ കെട്ടിക്കിടക്കുന്നത്. ഇതുകൂടാതെ ദിവസേന ശരാശരി 700 പുതിയ അപേക്ഷകൾ ലഭിക്കുന്നുമുണ്ട്. ജോലിഭാരം മൂലം വില്ലേജ് ഓഫീസർമാർക്ക് ഒരു ദിവസം തീർപ്പാക്കാനാകുന്നത് പരമാവധി 3 അപേക്ഷകളാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കുന്നത്. മന്ത്രിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞതിനാൽ ഈ ആഴ്ച തന്നെ മാർഗരേഖ പുറത്തിറങ്ങിയേക്കും. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും പരിഗണിക്കും. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം എന്താണ്? ഒപ്പം തന്നെ CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും നിലനിൽക്കുന്നുണ്ടല്ലോ.
ഉന്മേഷ ക്രിസ്റ്റീന, കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരായ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ പുതിയ ഫോർമുല തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കില്ല എന്ന് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിലായിരുന്നു വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. പ്രധാനമായും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് റാങ്ക് പട്ടിക പുതുക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നാണ് അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് എന്നുള്ളതാണ് ഹർജിയിലെ പ്രധാന വാദമായി ഉന്നയിക്കുന്നത്. CBSE വിദ്യാർത്ഥികളുടെ അവകാശം കവരപ്പെടുന്നില്ല എന്ന കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നയപരമായ വിഷയത്തിലാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികളുടെ നീതി ഈ നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ ഹർജിയിൽ തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികളും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാകും സുപ്രീം കോടതിയിൽ ഹാജരാകുക. ഉന്മേഷ് ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു അവയവം പോലെയാണ്, അല്ലേ? അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമം കുറച്ചൊന്നുമല്ല. ഇങ്ങനെ മൊബൈൽ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായിരിക്കുകയാണ് കോട്ടയത്തെ പോലീസുകാർ. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നഷ്ടപ്പെട്ട 75 മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തി ഉടമകൾക്ക് തിരികെ നൽകിയത്. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പേര് വിളിച്ച് ഓരോരുത്തരുടെയും മൊബൈലുകൾ പോലീസ് കൈമാറിയപ്പോൾ അത് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളായി. വളരെ സെന്റിമെന്റ്സ് ഉള്ളൊരു ഫോണായിരുന്നു. കാരണം എൻ്റെ മകൻ ജോലി കിട്ടിയ ശേഷം വാങ്ങിച്ചെന്ന ഫോണാണ്. ഫോൺ നഷ്ടപ്പെട്ടതിലുപരി അതായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം. അതെനിക്ക് തിരിച്ചു കിട്ടിയതിൽ ഇവരുടെ പ്രത്യേകമായിട്ട് നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടി ഞാൻ മേടിച്ചൊരു ഫോണായിരുന്നു. ആൻഡ് ഓൾസോ ഞാനൊരു എഡ്യൂക്കേറ്ററാണ്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തായിരുന്നു. സോ ഭയങ്കര വെറീഡായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര സങ്കടമായി. സോ ഐ എം വെരി താങ്ക്ഫുൾ എല്ലാവരോടും. EMI അടച്ചു തീർന്ന് 3 ദിവസം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അത് കാരണം ഇത് കിട്ടിയത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് സൈബർ സെല്ലിനും പോലീസ് മേധാവികൾക്കെല്ലാം ഇത് കിട്ടത് ഒരു വലിയ സന്തോഷം, വലിയ സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 1 ഇയർ മുമ്പ് പോയൊരു സംഗതിയാണ്. നഷ്ടപ്പെട്ട് ഒരു 45 മിനിറ്റ്സിന് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. വിളിച്ചപ്പോൾ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു സാധനം. 1 ഇയർ ആയിട്ടും കിട്ടാഞ്ഞപ്പോൾ നമ്മളിത് മറന്നേ പോയ സംഗതിയാണ്. അപ്പോഴാണ് ഇവിടുന്ന് വിളിച്ചിട്ട് പറയുന്ന സംഗതി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന്. ഒന്നും രണ്ടുമല്ല, 75 പേരുടെ മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തി പോലീസ് തിരികെ നൽകിയത്. കോട്ടയം സൈബർ പോലീസും സൈബർ സെൽ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ ക്യാമ്പയിൻ വഴിയാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തി നൽകിയത്. കഴിഞ്ഞ 6 മാസത്തോളമായിട്ട് ഫെബ്രുവരി മുതൽ നഷ്ടപ്പെട്ട പല ഫോണുകളാണ് നമ്മൾ റിക്കവർ ചെയ്ത് കൊടുത്തത്. പിന്നെ ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോണുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അത് പാനിക്കാവാതെ പെട്ടെന്ന് തന്നെ പോലീസിൽ അറിയിച്ച്, അതുപോലെ സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ പെട്ടെന്ന് എവിടെയെങ്കിലും ഉപയോഗത്തിൽ വന്നാൽ നമുക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിവരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ബംഗാൾ, അസം, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വരെ പോയി മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു. മോഷണം പോയവയും നഷ്ടപ്പെട്ടവയുമെല്ലാം ഈ കൂട്ടത്തിലുണ്ട്. മൊബൈൽ നഷ്ടപ്പെട്ടാൽ പോലീസിൽ പരാതി നൽകാൻ മടി കാണിക്കരുതെന്നുകൂടി പോലീസ് ഓർമ്മിപ്പിക്കുന്നു. 24 കോട്ടയം. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. വയനാട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി വിഭാഗത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന്. ഇന്ത്യ കുവൈറ്റ് പൗരന്മാർക്ക് 5 വർഷം വരെ കാലാവധിയുള്ള ഇ വിസ സംവിധാനം ആരംഭിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക വിസ പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. പന്തളം പൂഴിക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഹിന്ദി വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന്.
കൊല്ലം എഴിപ്പുറം HSSൽ ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷ ഇന്നു മുതൽ നൽകാം. മലപ്പുറം ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSTയിൽ അധ്യാപക ഒഴിവ്. നാച്ചുറൽ സയൻസിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഇന്ന്. അമേരിക്കയിൽ ആരോഗ്യ പരിശോധനയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തി. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, DGP റവാദ ചന്ദ്രശേഖർ എന്നിവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. നേരത്തെ നടത്തിയ ചികിത്സയുടെ അവലോകനത്തിന് വേണ്ടി ഈ മാസം 5-നാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് ഔദ്യോഗിക പരിപാടികളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ, തുടർ ചികിത്സയുടെ ഭാഗമായി ഈ മാസം 5-ാം തീയതിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ജയതിലകം, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും ചേർന്നാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. ഇന്ന് നിലവിൽ പൊതുപരിപാടികളൊന്നും തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോൾ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംബന്ധിച്ച നിരവധി പ്രശ്നപരിഹാരം മുന്നിലുണ്ട്. കാരണം കീം പരീക്ഷാ ഫലം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, പരാതികൾ നിലനിൽക്കുന്നു. സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിലെ ചില സമയമാറ്റ വിവാദങ്ങൾ, ഭാരതാംബ വിവാദം, ഇങ്ങനെ വലിയ വിവാദങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുള്ളത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ, തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഇതിൽ മുഖ്യമന്ത്രി കൂടി എത്തിയതിനു ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് പല വിഷയങ്ങളിലും കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പ്രധാനമായും ഈ സർവകലാശാലകളിൽ VC നിയമനത്തിലെ നടപടികൾ മുഖ്യമന്ത്രി എത്തിയതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഒപ്പം സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് ഉള്ള സർവകലാശാലയിലാണ് കുറേ ദിവസങ്ങളായി വലിയ ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നത്. സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി എത്തിയതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു നീക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം ഈ സ്കൂൾ സമയമാറ്റത്തിൽ വലിയ വിവാദം മുസ്ലിം മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിലും സർക്കാർ ഏതെങ്കിലും തരത്തിൽ തുടർ നടപടി സ്വീകരിക്കുമോ അതോ വിദ്യാഭ്യാസ വകുപ്പെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ വരാനുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ വലിയ തരത്തിൽ പ്രശ്നപരിഹാരം, ഒപ്പം ഇടപെടാൻ തക്ക വലിയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 114 പേർ. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രം നിൽക്കണം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യത്തെ ടെസ്ല ഷോറൂം മുംബൈയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മുംബൈയിലെ ബാന്ദ്ര കുർല കോംപ്ലക്സിലാണ് ഷോറൂം. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ഘാടനം ചെയ്യും. ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് ട്രേഡ് സർട്ടിഫിക്കറ്റ് കൈമാറും. രാവിലെ 9:30 പരിപാടി. ടെസ്ലയുടെ പ്രശസ്തമായ മോഡൽ Y കാറുകൾ ആയിരിക്കും ആദ്യഘട്ടത്തിൽ വിൽപ്പനയ്ക്ക് എത്തുക. ചൈനയിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന കാറുകളാണ് ഇത്. ലോകത്തെ 3ാമത്തെ വലിയ കാർ വിപണിയാണ് ഇന്ത്യ. ചൈനയടക്കം വിപണികളിൽ ടെസ്ല തിരിച്ചടി നേരിടുമ്പോഴാണ് ഇന്ത്യയിലേക്കുള്ള വരവ്. 70% നികുതിയാണ് ഇറക്കുമതി ചെയ്യുന്ന ടെസ്ല കാറുകൾക്ക് ചുമത്തുക. ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ നികുതി ഇളവ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിർമ്മാണം നടത്താൻ തൽക്കാലം ടെസ്ലയ്ക്ക് പദ്ധതിയില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. ഇന്നലെ രാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. എങ്ങനെയാണ് തീ പടർന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിരവധി കേസ് ഫയലുകളും തൊണ്ടിമുതലുകളും അഗ്നിക്കിരയായി. ഇന്ന് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും. കെട്ടിടത്തിനുള്ളിൽ മെഴുകുതിരി കത്തിച്ചതായി സൂചനയുണ്ട്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഈ തീ എങ്ങനെ പടർന്നു എന്നതിൽ വ്യക്തതയായിട്ടുണ്ടോ? ഈ കേസ് ഫയലുകൾ തൊണ്ടിമുതലൊക്കെ നശിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിസന്ധി കൂടി സൃഷ്ടിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ സംഭവത്തിന് പിന്നിൽ പ്രതീക്ഷ? ഉന്മേഷ, ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കാട്ടാക്കടയിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായിട്ടുള്ളത്. തീപിടുത്തത്തിന്റെ കാരണം എന്ത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ അട്ടിമറി സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഈ കെട്ടിടത്തിന് സമീപമുള്ള മറ്റ് കടയിലെ ജീവനക്കാരാണ് ഈ കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർഫോഴ്സിന് ആദ്യഘട്ടത്തിൽ
അകത്ത് കയറാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ ഗ്ലാസ് ചില്ലുകൾ പൊട്ടിച്ചാണ് ഫയർഫോഴ്സ് അകത്ത് കയറിയിട്ടുള്ളത്. ഈ പോക്സോ കോടതിയിൽ ഉണ്ടായിരുന്ന തൊണ്ടി മുതലുകളും ചില ഫയലുകളും തീപിടുത്തത്തിൽ നശിച്ചുവെന്നതാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച നിലയിൽ കണ്ടിരുന്നുവെന്ന് ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇക്കാര്യത്തിലും വിശദമായ പരിശോധന നടത്തും. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ചും ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടോ എന്നും പരിശോധന നടത്തുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഫോറൻസിക് വിഭാഗം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തും. വിരലടയാള വിദഗ്ധരും ഈ സംഘത്തിൽ ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഏതെങ്കിലും അട്ടിമറി ഉണ്ടോ എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. കാരണം തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കെട്ടിടമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഫയർഫോഴ്സിന്റെയും പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് പുറത്തു വരും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാവുക. ഉന്മേഷം. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റൂർ പനയൂരിൽ കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് മരിച്ച ആൽഫ്രഡ് മാർട്ടിന്റെയും എമിലീന മാർട്ടിന്റെയും സംസ്കാരമെന്ന് പാലക്കാട് പാലന ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ രാവിലെ 9:30 കുട്ടികൾ പഠിച്ചിരുന്ന പുൽപ്പള്ളി UP സ്കൂളിൽ എത്തിക്കും. 10:45 ചിറ്റൂർ ഹോളി ഫാമിലി പള്ളിയിൽ എത്തിച്ച് ശുശ്രൂഷകൾ നടത്തും. ശേഷം അട്ടപ്പാടി താവളത്തെ ഹോളി ട്രിനിറ്റി ചർച്ച് സെമിത്തേരിയിലായിരിക്കും സംസ്കാരം. കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പൊള്ളലേറ്റ കുട്ടികളുടെ അമ്മ എൽസി മാർട്ടിനും മൂത്ത സഹോദരി എലൈന മാർട്ടിനും ചികിത്സയിൽ തുടരുകയാണ്. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കൌൺസിലുമാണ് ചേരുക. പാർട്ടി സമ്മേളനങ്ങളുടെ അവലോകനമാണ് നേതൃയോഗങ്ങളുടെ പ്രധാന അജണ്ട. തൃശൂർ ജില്ലാ സമ്മേളനത്തിലുണ്ടായ പ്രശ്നങ്ങളും നാട്ടിക MLA CC മുകുന്ദന്റെ എതിർനിലപാടുകളും എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ CC മുകുന്ദനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. മണ്ഡലം സമ്മേളനങ്ങൾ മുതൽ ശക്തമായ വിഭാഗീയതയാണ് CPയിൽ ദൃശ്യമാകുന്നത്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളിലും കീം ഫലപ്രഖ്യാപനത്തിലെ പാളിച്ചകളിലും വിമർശനത്തിനും സാധ്യതയുണ്ട്. കേരളത്തിലെ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ബെഞ്ചിലാണ് ഹർജി പരിഗണിക്കപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരമടക്കമുള്ള വിഷയങ്ങൾ ആവശ്യപ്പെട്ടാണ് ഹർജി. കപ്പലപകടങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സാധ്യമാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ ഇന്ന് മറുപടി നൽകിയേക്കും. അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളും കോടതിയിൽ അറിയിക്കും. മന്ത്രവാദം തടയുന്നതിനുള്ള നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നയപരമായ തീരുമാനത്തെ തുടർന്ന് നിയമനിർമ്മാണം നടത്തുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. സർക്കാർ സത്യവാങ്മൂലത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി വ്യക്തമായ കാരണങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ ഇന്ന് കോടതിയിൽ വിശദമായ മറുപടി നൽകും. കേരള യുക്തിവാദി സംഘമാണ് പൊതു താൽപര്യ ഹർജി നൽകിയത്. 50 ദിവസത്തിനുള്ളിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യക്കെതിരെ കനത്ത തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനുമായി സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ റഷ്യയുടെ ശേഷിക്കുന്ന വ്യാപാര പങ്കാളികൾക്കുമേൽ 100% സെക്കൻഡറി തീരുവ ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യയുമായി വ്യാപാരത്തിലേർപ്പെട്ടിരിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് കനത്ത ആഘാതമാകും. യുക്രൈന് നേറ്റോയിലൂടെ വലിയ തോതിൽ അമേരിക്ക ആയുധ വിതരണം നടത്താൻ തീരുമാനിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ പിന്തുണയ്ക്ക് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി നന്ദി അറിയിച്ചു. നേറ്റോ മേധാവി മാർക്ക് റുട്ടയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷം. മതന്യൂനപക്ഷമായ ദുറൂസികളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും സുന്നി ഗോത്ര വിഭാഗമായ ബദൂയിനുകളും തമ്മിലുള്ള പോരാട്ടത്തിൽ 89 പേർ കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ. ദുറൂസികളെ സംരക്ഷിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. തെക്കൻ സിറിയയിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ. ബാഷർ അൽ അസദ് സർക്കാരിന്റെ പതനത്തിന് ശേഷം ഒരിടവേളയെ തുടർന്നാണ് സിറിയയിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് സിറിയയിൽ ആഭ്യന്തര സംഘർഷം ഇപ്പോൾ വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. നാളികേരത്തിന്റെ വില കൂടിയതോടെ കള്ളന്മാരെ പേടിച്ച് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച കഥയാണ് കോഴിക്കോട് കുറ്റ്യാടിക്കാർക്ക് പറയാനുള്ളത്. മാത്രമല്ല CCTV നിരീക്ഷണത്തിലാണ് ചില കർഷകർ നാളികേരം സൂക്ഷിക്കുന്നത് പോലും. കാവിലും പാറ മരുതൂങ്കര ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും തേങ്ങ മോഷണം നടക്കുന്നത്. കുറ്റ്യാടി തേങ്ങ ഏറെ പ്രസിദ്ധമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ കുറ്റ്യാടിയിൽ നിന്ന് നാളികേരം കയറ്റിപ്പോകുന്നുണ്ട്. നാളികേരത്തിന്റെ വില കൂടിയപ്പോൾ കർഷകർക്ക് പേടിയുടെ കാലമാണ്. നാളികേരം മോഷ്ടിക്കാനെത്തുന്നവരുടെ എണ്ണം കൂടുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതായതോടെയാണ് നാളികേര കർഷകർ ചേർന്ന് നാളികേര സംരക്ഷണ സേന എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മുമ്പ് ഇതിനെ താഴെ വീണ മാത്രം എടുത്തുള്ളൊരു പ്രവണതയുള്ളൂ. ഇപ്പം തന്നെ തെങ്ങ് കയറിയിട്ടാണ് പറിക്കുന്നത്.
അപ്പോൾ അതൊരിക്കലും പറഞ്ഞാൽ അതും കൂടി കഴിയുമ്പോൾ ഞാൻ സാധാരണക്കാർ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലേ. കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് സമയത്താണ് നമുക്കിപ്പം തന്നെ തേങ്ങ പറിക്കാൻ പണിക്കാരെ കിട്ടാത്ത പ്രയാസമുണ്ട്. നമ്മളിതൊക്കെ അതൊക്കെ മറ്റു സമയങ്ങൾ അങ്ങനെ പറിക്കാൻ വിചാരിക്കുന്ന സമയത്താണ് നമ്മൾ പറമ്പിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ തേങ്ങ മുഴുവൻ പറിച്ചു പോകാൻ സ്ഥിതിയാണുള്ളത്. മാത്രമല്ല തൊട്ടിൽപ്പാലം മേഖലയിൽ തെങ്ങിൻ തോപ്പുകൾ ഇല്ലാത്തവരും പരിചയമില്ലാത്തവരോ നാളികേരം കൊണ്ടുവന്നാൽ എടുക്കരുതെന്ന് തൊട്ടിൽപ്പാലത്ത് കച്ചവടക്കാർക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ മോഷ്ടാക്കളെ പിടിക്കാൻ CCTVയും സ്ഥാപിച്ചു. പറമ്പിൽ കൂട്ടിയിട്ട നാളികേരത്തിനടുത്ത് ആരെങ്കിലും എത്തിയാൽ ഉടമയുടെ മൊബൈലിൽ അലാറം മുഴങ്ങും. ഇവിടെ ചെലവിനിട്ട് തേങ്ങ വരെ ഈ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കറിയാം, എടുക്കുന്ന ആളെല്ലാം അറിയാം, ആരെല്ലാം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചിലർ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് അട്ടത്തിട്ടിട്ട് തേങ്ങ ബോഡിയാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വീട്ടുമുറ്റത്ത് ഭക്ഷണാവശ്യത്തിന് മാറ്റിവെച്ചവ പോലും മോഷണം പോകുന്നു. ഇതിനിടയിൽ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കു നേരെ ആക്രമണവും ഉണ്ടായി. നാളികേര കർഷക സേന തന്നെ ഇത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 24 കോഴിക്കോട്. പി കെ ശശിക്ക് ഇനിയും CPIM-ൽ തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് സന്ദീപ് വാര്യർ 24-നോട് നിലപാട് പ്രഖ്യാപിച്ച് UDF-ലേക്ക് വരാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് മുതിർന്ന നേതാക്കളാണ്. ഒരു കാലത്ത് പി കെ ശശിക്കെതിരെ പറയാൻ തന്നെ ഒരു വിഭാഗം CPM നേതാക്കൾ നിർബന്ധിച്ചിരുന്നു. ടാർഗറ്റ് ചെയ്യുകയാണെന്ന് തോന്നിയപ്പോൾ താൻ പിന്മാറിയെന്നും കോൺഗ്രസ് വക്താവായ സന്ദീപ് വാര്യർ പറഞ്ഞു. കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങയുടെ നാട്ടുകാരനാണ് പി കെ ശശി. ശശി വീണ്ടും അവിടെ ഇന്നലെ വലിയ പ്രകടനമൊക്കെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ചില ചെറുപ്പക്കാരൊക്കെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം, PM ഷോയുടെ പ്രസംഗം ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഇനിയും CPM-ൽ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പി കെ ശശിക്ക്? അല്ല, പി കെ ശശി ഈ പ്രദേശത്തുകാരെന്നുള്ള നിലയ്ക്കും രാഷ്ട്രീയ പ്രവർത്തന നിലയ്ക്കും വളരെ ദീർഘകാലമായിട്ട് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ്. CPM എന്ന പാർട്ടി ഈ മേഖലയിൽ മണ്ണാർക്കാട്, അതുപോലെ തന്നെ ഒറ്റപ്പാലം, ഷൊർണൂരൊക്കെ മേഖലയിൽ CPM-നെ വളർത്തിയെടുക്കുന്നതിൽ, CPM-നെ അടിത്തറ പാകുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് പി കെ ശശി. പക്ഷേ പി കെ ശശിയോട് ഇന്ന് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് കാണിക്കുന്ന വിരോധവും വ്യക്തിവിരോധവും അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഭീഷണിയൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനി ആ പാർട്ടിയിൽ തുടർന്നു പോകാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശശിയെ കൊണ്ടുവരുന്നതിൽ അങ്ങനെ വല്ല വിലക്കുമൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണങ്ങളൊന്നും തന്നെ കോൺഗ്രസിനെ ഈ ഒരു ഘട്ടത്തിൽ വിലക്കുന്നില്ലല്ലോ, അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. നോക്കൂ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനമെടുക്കുന്നത്. അതിനു മുൻപായിട്ട് ശ്രീ പി കെ ശശിയാണ് അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വിസ്മയങ്ങളും ഉണ്ടാകുന്നു. പി കെ ശശിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അതും പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഒരു വിസ്മയത്തിലേക്കൊക്കെ പ്രതീക്ഷിക്കാൻ തക്ക അങ്ങനെ ആയോ? അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആണ് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാനുള്ള ഒരു ഇതെനിക്കില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. പി കെ ശശിയുമായി ബന്ധപ്പെട്ട് CPM-നകത്ത് ശശിക്കെതിരെ വളരെ ദീർഘകാലമായിട്ടൊരു ഗൂഢാലോചന നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ CPM-ന്റെ വിഭാഗീയതയുടെ ഭാഗമായി പി കെ ശശിക്കെതിരെയുള്ളൊരു വിഭാഗം എന്നെപ്പോലും അതിൽ കരുവാക്കാൻ ശ്രമിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി, പി കെ ശശി കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് വന്നാൽ വഴിയാധാരമാകില്ല, അത് അങ്ങൊരു ഉദാഹരണമാണ് എന്നല്ലേ പറയാനുള്ളത്? ഞാൻ മറ്റൊരാളുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ UDF-ലേക്ക് കടന്നു വന്നപ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നപ്പോൾ ഇതിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ സഹപ്രവർത്തകനായിട്ടല്ല, ഒരു കൂടപ്പിറപ്പായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുതന്നെ കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലൊരു അപ്രോച്ച്, UDF-ന്റെ അപ്രോച്ച് വളരെ വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായും അതാണ് പറയാനുള്ളത്. സന്ദീപ് വാര്യർക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത്, അതുപോലെ സ്വീകരണം ലഭിക്കും എന്നുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. എന്തായാലും രാജീവ് സുധീനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. തിരുവനന്തപുരം വക്കത്ത് പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണത്തിന് പോലീസ് അരുൺ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യും. മരണത്തിന് ഉത്തരവാദി കുറച്ചുപേർ നൽകിയ വ്യാജ പരാതിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കം. കഴിഞ്ഞ വർഷം അരുണിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ BJP പ്രവർത്തകർ അരുണിനെ മാനസികമായി പീഡിപ്പിച്ചെന്നും ഈ മാനസിക സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകരും ആരോപിക്കുന്നത്. പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും 9ാം വാർഡ് മെമ്പറും കൂടിയാണ് അരുൺ. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് N. സുനന്ദ ഇന്ന് സന്ദർശിക്കും. കുട്ടികൾക്ക് എവിടെ നിന്ന് ഗുളികകൾ ലഭിച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല.
ശ്രീചിത്ര ഹോം സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ പരിധിയായ വഞ്ചിയൂർ പോലീസിനോടും ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി വെള്ളമെടുത്തു വയ്ക്കുക, പാത്രം കഴുകുക, ടോയ്ലറ്റ് കഴുകുക തുടങ്ങിയ ജോലികൾ കുട്ടികൾ മാറി മാറി ചെയ്യുന്നതാണ് ശ്രീചിത്ര ഹോമിലെ രീതിയെന്ന് പോലീസിനോട് മുതിർന്ന കുട്ടികൾ മൊഴി നൽകി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുട്ടികളുടെ അവസരം എത്തിയപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ അവരോടും ആവശ്യപ്പെട്ടിരുന്നു. കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങണമെന്ന് ശാഠ്യം പിടിച്ചിരുന്നതിന്റെ കാരണം ഇതാണെന്നും മുതിർന്ന കുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. കെയർടേക്കർ അടക്കമുള്ള ഹോമിലെ മറ്റു ജീവനക്കാരുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ വരും. സംസ്ഥാനത്ത് പാൽവില കൂട്ടുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. വിവിധ മേഖലാ യൂണിയനുകളുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ മിൽമ ഭരണസമിതിയുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം, എറണാകുളം, മലബാർ യൂണിയനുകൾ വില കൂട്ടാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൊഴുപ്പേറിയ പാൽ ലിറ്ററിന് 56 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് 60 രൂപയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് വീണ്ടും ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ മിൽമ പാലിന് ഇനിയും വില കൂടാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? വിവിധ യൂണിയനുകൾ വില കൂട്ടുന്നതിനെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്ന ആവശ്യമാണ് പാൽവില വർദ്ധിപ്പിക്കണമെന്നത്. കാരണം ക്ഷീര കർഷകർക്ക് ഉൽപാദന ചെലവിന് അടിസ്ഥാനമാക്കിയുള്ള പണം ലഭിക്കണമെന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാൽവില കൂട്ടാനുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ നടന്നത്. ഒപ്പം എറണാകുളം, തിരുവനന്തപുരം, മലബാർ യൂണിയനുകൾ പാൽവില കൂട്ടണമെന്ന നിർദ്ദേശമാണ് മിൽമയുടെ മുന്നിൽ വച്ചത്. ഇക്കാര്യം മേഖലാ യൂണിയനുകൾ ശുപാർശയും ചെയ്തിട്ടുണ്ട്. ഈ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനാണ് മിൽമ ഭരണസമിതി യോഗം ഇന്ന് നടക്കുന്നത്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് ഈ യോഗം നടക്കും. ഇക്കാര്യത്തിൽ പാൽവില കൂട്ടുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ ഉള്ള വിലയിൽ നിന്ന് ലിറ്ററിന് 60 രൂപയായി ഉയർത്തണമെന്നതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യം. എറണാകുളം യൂണിയനാണ് 60 രൂപയായി ലിറ്ററിന് പാൽവില ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് 2 യൂണിയനുകളും പാൽവില കൂട്ടണമെന്ന നിലപാടിനോട് യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. പക്ഷേ മിൽമ അത്തരത്തിലൊരു തീരുമാനമെടുത്താലും ഇത് നടപ്പിലാക്കുന്നതിനായി സർക്കാരിന്റെ അനുമതി വേണം. നിലവിലെ ഒരു സാഹചര്യത്തിൽ 60 രൂപ ഉയർത്തുമോ എന്ന കാര്യം സംശയമുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ചെറിയ വ്യത്യാസം പാൽവിലയിൽ വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പാൽവില കേരളത്തെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ വിലവർധനവുണ്ടായാൽ അത് മിൽമയെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന ഒരു അഭിപ്രായം കൂടി ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കാത്ത സാഹചര്യത്തിലുള്ള ഒരു വിലവർധനവായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് ഈ വിലവർധന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷം സർക്കാരിന്റെ അനുമതിക്കായി സർക്കാരിന്റെ മുന്നിൽ വരും. അതിൽ സർക്കാർ ആയിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുക. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ വധക്കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്നലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നൌഷാദ് നൽകിയ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുക. ഹേമചന്ദ്രന്റേത് ആത്മഹത്യ എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് നൌഷാദ്. എന്നാൽ കൊലപാതകമെന്ന് തെളിയിക്കാനുള്ള എല്ലാ ശാസ്ത്രീയ തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇതിനകം കിട്ടിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് 2 പേരെ കൊലപ്പെടുത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമായിരിക്കുമെന്നാണ് ഇതുവരെ ലഭിച്ച തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പോലീസിന്റെ നിഗമനം. പ്രതിയുടെ സഹായത്തിൽ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ രേഖാചിത്രം ആരെങ്കിലും തിരിച്ചറിഞ്ഞേക്കും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. മലബാർ മേഖലയിലും മലയോര മേഖലകളിലും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. ഒപ്പം മീൻപിടുത്തത്തിനും വിലക്കുണ്ടല്ലോ. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മലബാറിലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളാണ് യെല്ലോ അലർട്ട്. മാത്രമല്ല നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ശക്തമായ കാറ്റ്
കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഉള്ളത്. ഇതോടൊപ്പം തന്നെയാണ് മത്സ്യബന്ധനത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളം, കർണാടക, അതുപോലെ ലക്ഷദ്വീപ് എന്നീ തീരങ്ങളിലാണ് വലിയ രീതിയിലുള്ള തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ചെറുവള്ളങ്ങളിലുള്ള മീൻ പിടിക്കുന്നതൊക്കെ വലിയ അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. ഏതായാലും നിലവിൽ മഴ തുടരുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ, കാര്യമായിട്ടുള്ള അപകടങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസമാണ്. മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ ഇന്ന് പുലർച്ചെ മുതൽ ഉണ്ട്. പക്ഷേ കാര്യമായ രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെയില്ല, അത്യാഹിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്നു. ക്രിസ്റ്റീന, ഉന്മേഷ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 2 ഘട്ട സർവേകൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി അവശേഷിക്കുന്നത് 11 ദിവസങ്ങൾ മാത്രമാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കുടിയേറിയ വോട്ടർമാർക്ക് പത്രപരസ്യങ്ങളിലൂടെ അറിയിപ്പ് നൽകുമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ഉന്മേഷ്, ക്രിസ്റ്റീന, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 2 ഘട്ട സർവേകൾ പൂർത്തിയായതായാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 7,80,69,844 വോട്ടർമാരിൽ 6,60,67,208 പേരെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സർവേകൾ പൂർത്തിയാക്കി അവരുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ECI നെറ്റിൽ അപ്ലോഡ് ചെയ്തത് 5.74 കോടിയിലധികം വോട്ടർമാരാണ്. ശരി ബൽറാം, ഏതായാലും ആ കണക്കുകൾ, അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.